റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നിലച്ചു. വിലങ്ങുതടിയായത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ്. മാസ്റ്റർ പ്ലാൻ പദ്ധതിയുമായി കൂടിയാലോചിക്കാതെയാണ് നിർമ്മാണം നടത്തിയതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു. പരാതികൾ ഉയർന്നതോടെ നിർമ്മാണം പുനഃപരിശോധിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. അരുൺ സോളമനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വികസന പ്രവർത്തനങ്ങൾ ആകെ നിലച്ചു എന്നുള്ളതാണ്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച കാർ പാർക്കിംഗ് ആണ് ഇതിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത് അവിടെ? തുടർ നടപടികൾ എന്താണിതിൽ? വിനീത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ പരിമിതി തന്നെയായിരുന്നു. നേരത്തെ 200 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നുവെങ്കിൽ അത് RCCക്കും അതുപോലെ തന്നെ ശ്രീജിത്ത് അടക്കമുള്ള വകുപ്പുകൾക്ക് കൈമാറിയപ്പോൾ തന്നെ നിലവിൽ 100 ഏക്കറിലധികം കുറച്ച് ഭൂമി മാത്രമാണുള്ളത്. അവിടെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വന്നത്. ആ ബ്ലോക്കിന് മുൻവശത്ത് 1 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അത് 25 കോടി രൂപ മുടക്കിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ആ ഭൂമി വാങ്ങി വെച്ചത്. പക്ഷേ പിന്നീട് കോർപ്പറേഷൻ ഇടപെട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അവിടെ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വന്നത്. പക്ഷേ അതിന് അന്നത്തെ സൂപ്രണ്ടിന്റെ മാത്രം അധികാരത്തിലാണ് ആ കാർ പാർക്കിംഗ് കോർപ്പറേഷൻ അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ജില്ലാ കളക്ടർ അടക്കം ഈ വസ്തുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. കാരണം മെഡിക്കൽ കോളേജിലെ വലിയ സ്ഥലപരിമിതി നേരിട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാം ഘട്ടമായി ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ബ്ലോക്കിന്റെ വികസന പ്രവർത്തനങ്ങളെ മൊത്തം മന്ദീഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ കാർ പാർക്കിംഗ് അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ നിലവിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജിന് ഒരു തനത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരം OP ബ്ലോക്കിന് മുൻവശത്താണ് ഒരു കാർ പാർക്കിംഗിന്റെ സംവിധാനം, അതായത് 100 കാറുകൾക്ക് മുകളിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരുന്നത്. ആ മാസ്റ്റർ പ്ലാനിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്നത്തെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കീഴിൽ ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ തന്നെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകുമാറാണ് നിലവിൽ ഇപ്പോൾ കോർപ്പറേഷന് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മേയർ VV രാജേഷ് ഈ പദ്ധതി പുനഃപരിശോധിക്കാനായിട്ട് നീക്കം നടത്തിയിരിക്കുന്നു. എന്തായാലും മെഡിക്കൽ കോളേജിന് മുൻവശത്തുള്ള ഈ കാർ പാർക്കിംഗ് എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ്. ഏകദേശം 202 കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ആക്സസ് റോഡ് മാത്രമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുൻവശത്തുകൂടി കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 200 കാറുകൾ ഒരേ സമയം അവിടെ വന്ന് പാർക്ക് ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ വന്നാൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും ജീവനക്കാർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അടക്കം അത് വലിയൊരു പ്രശ്നമായി മാറുമെന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിനീത, ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.